പഠിച്ച കള്ളനാ സാറേ. ഇവനോട് ചോദിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇതാരുടെ വീടാ ഇത്? എൻ്റെ വീടാ സാറേ. താൻ എവിടെയായിരുന്നു? ഞാനിവിടെ താഴെ വർക്ക്ഷോപ്പ് ജോലിയാ. വിവരറിഞ്ഞ് ഓടി വരുവാ ഇത്. തന്നെ കൂടാതെ വേറെ ആരൊക്കെയാ താമസിക്കുന്നത് ഇവിടെ? ഞാനും ഭാര്യയുണ്ട്. എടീക്കടാ, എന്താടാ നിന്റെ പേര്? സുഗുണൻ. എവിടെയാടാ നിന്റെ വീട്? ചാലക്കുടി. സുഗുണ, നീ എന്താടാ മോഷ്ടിച്ചത്? ഞാനൊന്നും മോഷ്ടിച്ചില്ല സാറേ. സുഗുണ, നീ എനിക്ക് വെറുതെ പണി ഉണ്ടാക്കരുത്. എന്താ മോഷ്ടിച്ചത്? സത്യം പറ. ഞാൻ കള്ളനല്ല സാറേ. പിന്നെ നീ ആരടാ? ഞാൻ വിളിച്ചിട്ട് വന്നാ സാറേ. പച്ചക്കള്ള സാറേ, ഇവനെ ഞാൻ ആദ്യമായിട്ടാ കാണണേ. മഞ്ജു വിളിച്ചിട്ട് വന്നാ സാറേ. ആരാടാ മഞ്ജു? എൻ്റെ ഭാര്യ സാറേ, മഞ്ജു. അകത്തുണ്ട്, വിളിക്കാം. മഞ്ജു, മഞ്ജു. നീ വിളിച്ചിട്ടാണോ ഇവൻ വന്നത്? ചോദിച്ചു കേട്ടില്ലേടി? അതെ, ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തിലാ. നിങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയം? ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ. എടേ വൃത്തികെട്ടവളെ, നീ എന്നെ ചതിക്കുവാർന്നല്ലേ? നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് മടുത്തു. ഒരു തുണി വാങ്ങി തന്നിട്ടുണ്ടോ? നല്ല ഭക്ഷണം, ഒന്ന് പുറത്തു കൊണ്ടുപോകുക. ഞാൻ സുഗുണഞ്ഞാണ്ട് കൂടെ പോവാ. എന്റെ പൊന്ന് സാർ, എനിക്ക് കിട്ടണം നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് വേണം ഈ വീടിന്റെ വാടക ഉൾപ്പെടെ കൊടുക്കാൻ. അമ്മയുടെ വീതത്തിൽ ഒരു വീടുള്ളത് അമ്മാവന്റെ മോൻ കൈവശം വെച്ചേക്കുക. അതിന്റെ കേസ് നടത്തി മുടിഞ്ഞു. ഇവക്കാണ് ഈ കണ്ണി കണ്ടതെല്ലാം, ഫോണിൽ കാണുന്നതെല്ലാം വാങ്ങിക്കണോ ഇവക്ക്? എടോ മനോജേ, ഇന്നത്തെ കാലത്ത് പ്രായപൂർത്തിയ ഒരാണിനും പെണ്ണിനും എങ്ങനെ വേണേലും ജീവിക്കാം. നമ്മുടെ നിയമം അതിനനുകൂലമാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ. ഇന്ന് തന്നെ നീ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. ഞാൻ പോകാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നത്. ആശാനെ, ആശാനെ. മനോജേ, കയറുവാ, ഇരിക്കുവാനേ. എന്താ ആശാൻ വരാൻ പറഞ്ഞേ? പറയാം. നീ ഒറ്റയ്ക്കല്ലേ മോനെ? എത്ര കാലം ഇങ്ങനെ കഴിയും? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? കല്യാണം ഒന്നും ശരിയാവില്ല ആശാനെ. ഒന്നാമത് സ്വന്തമായിട്ട് വീടില്ല. അതൊക്കെ ഉണ്ടാകുമടാ. ആശാൻ നാടകം നിർത്തി ബ്രോക്കർ പണി തുടങ്ങിയോ? ഏയ്, നിനക്ക് പറ്റിയ ഒരു പെൺകുട്ടിയുണ്ട്. മറ്റാരുമല്ല, എൻ്റെ മൂത്ത മകൾ മഞ്ജു. എൻ്റെ മോളായതുകൊണ്ട് പറയുകയല്ല. ഇത്രയും അച്ചടക്കമുള്ള പെൺകുട്ടി ഈ നാട്ടിലില്ല. മകൻ പറന്നതാ. ഞാൻ എൻ്റെ മോളെ മനോജിനെ ഏൽപ്പിക്കുക. ഇതാണോ വീട്? ചേട്ടൻ പറഞ്ഞു ടൗണിൽ 2 നില വീടാണെന്ന്. അതിപ്പോ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ചുനാൾ ഇവിടെ താമസിക്കാം. അമ്മേ, അമ്മേ. ഇതാരാടാ? ഇത് മഞ്ജു. ഞങ്ങള് തമ്മിൽ സ്നേഹത്തിലാണമ്മേ. ഞങ്ങള് കല്യാണം കഴിക്കാൻ പോവാ. സ്നേഹിച്ചോ, ആരെ വേണമെങ്കിലും സ്നേഹിച്ചോ. പക്ഷെ ഇവിടെ താമസിക്കാൻ പറ്റൂല. അമ്മേ, ഇത് അതുപോലെ അല്ല. നിർത്ത്. നിന്നെ എനിക്ക് അറിയില്ലേടാ. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേടി? എത്ര വയസ്സുണ്ട്? 27. 27, 47 നല്ല ചേർച്ച. തള്ളക്ക് പ്രാന്ത. എനിക്ക് 40 കൂടുതലില്ല. പെറ്റ എന്നേടാ നീ പ്രായം പഠിപ്പിക്കണത്? വൃശ്ചികത്തിൽ 47 വയസ്സ് പൂർത്തിയാവും. വയസ്സിൽ എന്ത് കാര്യമിരിക്കുന്നു? ഇതെടുത്തിട്ട് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. മര്യാദക്കൊക്കെ ഇവിടെ ജീവിച്ചോളണം. എന്റെ അടുത്ത് കുതിര കയറാൻ വരരുത്. മഞ്ജു, കയറുക.
കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിലെ പാട്ടും മഞ്ജു, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. പെട്ടെന്ന് വരണം. പാട്ടും പാടി വന്നോ എടി ഇവിടെ ആടി പാട്ടും പാടി വന്നോ എടി ഇവിടെ വാ. നീ ഇതിനു മുമ്പ് കെട്ടിയതാണാടി? പെറ്റതാണാ? അല്ല. നല്ല ബന്ധമാണ് നീ പിടിച്ചത്. എന്റെ മോനായിട്ട് പറയണതല്ല, ഇതുപോലത്തെ ഒരു നാറി ഈ നാട്ടിലില്ല. പെണ്ണുങ്ങളെ കാണാൻ പാടില്ല. എന്റെ ഒരു ഗുണവും അവന് കിട്ടിയിട്ടില്ല. പിന്നെ എന്റെ ഈ സൗന്ദര്യം മാത്രം അവന് കിട്ടി. അമ്മേ, ബാത്റൂം എവിടെയാ? പാത്തിരിക്കാൻ? ബാത്റൂം എവിടെയാണെന്ന്. ആ, കുളിക്കാനാണെങ്കിലേ താഴെ ഒരു തോടുണ്ട്. ഒന്നിനും രണ്ടിനും പുറത്തൊരു തൊണ്ടുണ്ട്. അയ്യേ. ചതിയായി പോയി ആശാനെ, ചതി. അവള് പോട്ടടാ. കാറ്റിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റുമോ? സൂര്യനോട് മറയരുതെന്ന് പറയാൻ പറ്റുമോ? ആശാന് ചുമ്മാ നാടകത്തിലെ വല്ല ഡയലോഗും പറഞ്ഞാൽ മതി. മനുഷ്യന് നാണക്കേട് കാരണം പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റാണല്ലോ. നീ വിഷമിക്കണ്ടടാ മോളെ മീനാക്ഷി. എന്താ അച്ഛാ? മഞ്ജുവിന് പകരമായിട്ട് എന്റെ രണ്ടാമത്തെ മകളെ നിന്നെ ഞാൻ അങ്ങ് ഏൽപ്പിക്കുക. ഇവളെ നിനക്ക് എന്തുകൊണ്ടും ചേർച്ച. എന്റെ വയന്ന് വല്ല പച്ചത്തറിയും കേൾക്കരുത് കേട്ടോ. ഓരോരുത്തനെ കെട്ടിവെച്ചെന്റെ അനുഭവിക്കുക. ഞാൻ പോവാ. മനോജേട്ടാ, ജ്യൂസ് കുടിച്ചിട്ട് പോവാം. ജ്യൂസോ? ജ്യൂസ് കുടിക്കാത്ത എന്റെ കുഴപ്പമുള്ളൂ. ഇവിടെ ആരുമില്ലേ? ചേട്ടൻ പുറത്തേക്ക് പോയി. അമ്മ ഉണ്ട്. നീ പുതിയതാ? കൊള്ളാലോ. എന്താ നിന്റെ പേര്? മഞ്ജു. എന്താ ചെട്ടിയാരെ? സുഗുണനെ കാണാൻ വന്നതാ. ഇവള് കൊള്ളാലോ. ഇവൻ എവിടുന്ന് സംഘടിപ്പിക്കുന്നു ഇതിനെയല്ല? ആ, ചെട്ടിയാരിയല്ലേ? നടക്കില്ല ചെട്ടിയാരെ. അവളെ ഞാൻ 1,00,000 രൂപയ്ക്ക് മാർവാടിക്ക് കൊടുത്തതാ. സുഗുണ, നീ കൊടുത്തോ? അതിനു മുമ്പ് ഒരേ ഒരു പ്രാവശ്യം ഒരു 10,000 രൂപ തരും. 10,000 തൊലി. സുഗുണ, നിക്ക. ചെട്ടിയാരെ, ഒറ്റ തുകയങ്ങ് പറയാം. 25,000 രൂപ. അതിൽ കുറഞ്ഞ് നടക്കില്ല. ശരി, ഉറപ്പിച്ചു. അത്രക്കൊക്കെ പൂതിയായിട്ടടാ. നീ പൈസ കൊണ്ടുക്കോ. സാറേ നിർത്തിക്കോ. എടാ, എന്ത് പറ്റിയാടാ? എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം സാറേ. ഉച്ചയാകുമ്പോൾ തീരുമല്ലോ അല്ലേ? എനിക്ക് ഉച്ചയാകുമ്പോൾ പോകണ്ട. ആ, തരാം. എടാ, അവള് പോയിട്ട് എന്തെങ്കിലും വിവരമുണ്ടോ? ഞാൻ പിന്നെ തിരക്കില്ല സാറേ. തിരിച്ചു വരും. വരാതെ എവിടെ പോവാനാ? എൻ്റെ അമ്മാവനുമായിട്ടുള്ള കേസിൻ്റെ കാര്യം എന്തായി? അതെപ്പോഴും കീറാമുട്ടിയായി കിടക്കുക സാറേ. അമ്മാവൻ്റെ മകൻ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ല? പുള്ളി ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുക. അവനെതിരെ ഒരു പീഡന കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ നമ്മുടെ വഴിക്ക് വരികയില്ലേ? അതൊന്നും വേണ്ട സാറേ. ഒരു കാര്യം ചെയ്യ്, നീ നാളെ 10 മണിയാകുമ്പോൾ സ്റ്റേഷനിലേക്ക് വാ, നമുക്ക് ശരിയാക്കാം. ശരി സാറേ. വണ്ടി ഉച്ചയാകുമ്പോഴത്തേനും കിട്ടുമല്ലോ അല്ലേ? ആ, അത് റെഡിയാക്കാം സാറേ. ഓക്കെ, അപ്പം ഞാൻ പോയിച്ചു വരാം. ആ, ഓക്കെ.
മഞ്ജു, എന്താ? നമുക്കേ ഇന്ന് ഉച്ച കഴിഞ്ഞൊരു ടൂറ് പോകണം. ഉം. നീ റെഡി ആയിട്ടിരുന്നോ? പിന്നെ ഒരു കാര്യം, സ്വർണ്ണ ഇവിടെ സൂക്ഷിക്കുന്നതേ സേഫ് അല്ല. ഇവിടെ വലിയ അടച്ചുപൂട്ടൊന്നുമില്ലല്ലോ. നീ സ്വർണ്ണ ഇങ്ങ് ഊരി തന്നേരെ. ലോക്കറിൽ വെച്ചിട്ട് പോകാം നമുക്കേ. ആ തുണി എന്തായാലും ഒരു 2 ആഴ്ചത്തേക്കുള്ളത് എടുത്തേരെ കേട്ടോ. നമുക്ക് എപ്പോഴും ആവശ്യം വന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാ റെഡി ആയിട്ട് നിന്നേരെ കേട്ടോ. അമ്മേ, 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 ഏ? ഞങ്ങളിന്ന് ഉച്ച കഴിഞ്ഞ് ടൂറ് പോവാ. അമ്മയും പോരെ? ഇത് ചതിയാ പെണ്ണേ. ഏ, ചതിയോ? നിന്നെ ആർക്കെങ്കിലും വിൽക്കാൻ കൊണ്ടുപോണതായിരിക്കും. നീ അതിനു മുമ്പ് രക്ഷപ്പെട്ടോ. അപ്പൊ എന്റെ സ്വർണം? വേഗം പോകാൻ നോക്കടി പെണ്ണേ. മഞ്ജു, മഞ്ജു, മഞ്ജു. അവള് പോയി. ആരോട്? അവളെ കെട്ടിയോണെന്നും പറഞ്ഞ ഒരാളും 5-6 തടിയന്മാരും ഉണ്ടായിരുന്നു. നിന്നെ കണ്ട തല്ലിക്കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യണേ? എന്തോ പറ്റിയടാ? ചെട്ടിയാരെ, അവള് പോയി ചെട്ടിയാരെ. ഉവ്വ, ഞാൻ വിശ്വസിച്ചു. എന്റെ പായസം മേടിച്ചിട്ട് ഈ മാർവാടിക്ക് മറച്ചു വെച്ചൂലേ? സത്യമായിട്ടും വിറ്റിട്ടില്ല ചെട്ടിയാരെ. അവന്റെ കയ്യും കാലം തന്നെ എടുക്കണം. അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ല അടിച്ചു വീഴാണോ? കൊല്ലണവനെ, ചെട്ടിയാരെ. പ്ലീസ്, എന്നെ ഒന്ന് ചവിട്ടി ഉപദ്രവിക്കരുത്. കൂട്ടണവനെ. അമ്മ, അമ്മ, ചെട്ടിയാരെ. അമ്മ, ചവിട്ടണവനെ. അമ്മ. ഹലോ. മനോജേട്ടനല്ലേ? ഉം. മനോജേട്ടാ, ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തുണ്ട്. ഇവിടെ ആരും കാണാനില്ലല്ലോ. ഞാനിപ്പോ അവിടുന്ന് താമസം മാറി. പിന്നെ എവിടെയാ? ഞാനിപ്പോ കല്ലുപാലത്തിന്റെ അവിടെ. ചേട്ടാ, ഞാനിപ്പോ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഉം. ഹലോ മനോജേ. സാറേ, മഞ്ജു വിളിച്ചു. ഇങ്ങോട്ട് വന്നിട്ടെന്നാ പറഞ്ഞേ. അവിടെ വരട്ടാ, അതിനെന്താ? സാരമില്ലടാ, നമുക്ക് സംസാരിച്ച് റെഡിയാക്കാവുന്നേ. അവൾ വരട്ടെ. ഉം. ഒരു കാര്യം ചെയ്യ്, എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി സാറേ. മനോജേട്ടാ, മനോജേട്ടന് സുഖാണോ? ഈ വീട് വാങ്ങിയതാണോ? ആ, കേസ് ജയിച്ചു. അതിൽ നിന്ന് കിട്ടിയ പൈസയ്ക്ക് ഈ വീടും വാങ്ങിച്ചു, ആ വർക്ക്ഷോപ്പും വാങ്ങിച്ചു. അപ്പൊ ഈ കാറോ? ആ, കാറും വാങ്ങി. നീ കയറി വാ. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഞാൻ എടുത്തോളാം ചേട്ടാ. വേണ്ട. സോഫി, സോഫി. ഇത് സോഫി. നീ പോയപ്പോൾ വിളിച്ചോണ്ട് വന്നതാ ഞാനിവിടെ. ബാ, അകത്തേക്ക് കയറി വാ. ഞാൻ പിന്നെ വരാം. എനിക്ക് ധൃതിയുണ്ട്.
മഞ്ജു മനോജേട്ടാ, മനോജേട്ടാ എന്നോട് ക്ഷമിക്കണം മനോജേട്ടാ. നീ വന്നേ വാ. നീ വിചാരിക്കുന്ന പോലെ ഇത് എൻ്റെ ഭാര്യയല്ല, ജിതേഷ് സാറിൻ്റെ ഭാര്യ. ഇനിയുള്ള കാലം മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഇവിടെ കഴിയാമെങ്കിൽ നിനക്ക് കഴിയാം. എടാ ഞാനിവിടെ ഇരിക്കുമ്പോഴാണോ നീ കയറി അടിക്കുന്നേ? ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല സാറേ. ആ സാരമില്ല, പോട്ടെ. എന്നാലും മോളെ, ഈ പാവം മനോജിനെ വിട്ട് നീ പോയല്ലോ. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. മകൻ പിറന്ന മഞ്ജു ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറിക്കും.